കൊടുങ്ങല്ലൂർ കേരള പോലീസ് ഹൈവേ സുരക്ഷാ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും കബീർ കറുപ്പം വീട്ടിലിന്റെ പുസ്തക പ്രകാശനവും നടത്തി. കൊടുങ്ങല്ലൂർ MIT ഹാളിൽ നടന്ന ചടങ്ങ് E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പശ്ചാത്തലവും അതുപോലെ വേണമെങ്കിലൊരു മതേതര സ്വഭാവത്തിൽ കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയുന്ന നമ്മുടെ ഈ വർത്തമാന കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളെല്ലാം ഉൾക്കൊള്ളുന്ന രണ്ടുപേരുടെ സ്നേഹം സംബന്ധിച്ച് വളരെ ഗംഭീരമായി അവതരിപ്പിക്കപ്പെട്ട പുസ്തകമാണെന്നാണ് മനസ്സിലാക്കുന്നത്. പുസ്തകം പ്രകാശനം ചെയ്തതിനു ശേഷം നമുക്ക് അത്തരം കൂടുതൽ ഗഹനമായ കൂടുതൽ ഗൗരവപ്പെട്ട അർത്ഥത്തിൽ തന്നെ സമീപിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ പോയപ്പോൾ അന്ന് അവിടെ പ്രിയപ്പെട്ട കബീർ അദ്ദേഹം കുറെ സമയം ഞങ്ങൾ ഒത്തൊരുമിച്ച് ഉണ്ടായിരുന്നു. അപ്പൊ എന്നത് പറഞ്ഞു കുറെ പുസ്തകങ്ങൾ ഇന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ എഴുതിയിട്ടുള്ള 17-18 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ പ്രിന്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ പുസ്തകം പ്രതാപൻ തായാട്ട് അധ്യക്ഷത വഹിച്ചു. ഋഷിരാജ് സിംഗ് IPS ലഹരിക്കെതിരെയുള്ള ക്ലാസും പുസ്തക പ്രകാശനവും നടത്തി. PK അനിൽകുമാർ പുസ്തകം പരിചയപ്പെടുത്തി. DIGP അജയ്കുമാർ, ബക്കർ മേത്തല, KP സുനിൽകുമാർ, EJ വത്സൻ, ഡോക്ടർ ഹാഷ്മി, BM അൻവർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിശിഷ്ടാതിഥികൾക്കും സമൂഹത്തിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചവർക്കും ഉള്ള സ്നേഹാദരങ്ങൾ ഋഷിരാജ് സിംഗ് IPS വിതരണം ചെയ്തു. പുസ്തക രചയിതാവ് കബീർ കറുപ്പം വീട്ടിൽ മറുപടി പ്രസംഗം നടത്തി. കഴിഞ്ഞ പ്രാവശ്യം ഇഫ്താറിന്റെ സമയത്ത് പത്രത്തിൽ ഞാൻ വായിച്ചു, മലപ്പുറത്തിൽ ഇവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൽ എല്ലാ വർഷം അമ്പലക്കാർ ഒരു ഇഫ്താർ പാർട്ടി നടത്തുക. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല, അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട്. പൂജാരിമാരാണ് അവിടെ എല്ലാം വിളിച്ച് അമ്പലത്തിന്റെ അകത്ത് ഇഫ്താർ പാർട്ടി നന്നായിട്ട് നടത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കേരളത്തിൽ കുറെ സ്ഥലങ്ങളുണ്ട്. മതസൗഹാർദ്ദത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതോ നമ്മളൊരു യാദൃച്ഛമായിട്ടേ കാണുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ അത്രയും ശ്രദ്ധ കൊടുക്കുന്നില്ല. അതായത് ശരിയല്ല. ന്യൂസ് പേപ്പറുകാർക്കും സോഷ്യൽ മീഡിയക്കാർക്കും ഇതൊക്കെ നന്നായിട്ട് പബ്ലിസിറ്റി കൊടുക്കേണ്ടതാണ്. ദുബൈയിലോ ഒക്കെ നമ്മൾ പോകാറുണ്ട്. ദുബൈയിലോ ഇല്ലെങ്കിൽ ഏത് ഗൾഫിലോ എവിടെ പോയാലും അവിടെ എല്ലാ മതങ്ങളുടെ ആരാധനകൾ നമ്മുടെ ആരാധനാ സ്ഥലങ്ങളും നമ്മൾ